ആയിട്ട് നിൽക്കണണ്ട. ആംബിയൻസ് രക്ഷയില്ലല്ലോ. ഐമാക്സ്, സ്ക്രീനെക്സ്, 4DX, ലേസർ പ്ലെക്സ്, പിന്നെ ഇവരുടെ VIP, നമ്മുടെ ലക്സ് എന്നൊക്കെ പറയില്ലേ, അതുപോലെ ഒരുപാടുണ്ട്. ഒരു സിനിമയുടെ സൂപ്പർ മാർക്കറ്റ് എന്ന് തന്നെ പറയാം ഇവിടെ. ഇത് ടോയ്ലറ്റാണ്. ടോയ്ലറ്റ് വരെ ഒരു നല്ല എസ്തെറ്റിക് ആയിട്ടാണ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. പിന്നെ നല്ല രസമാണ് ഇവിടെ. തിയേറ്ററിൽ പടത്തിൽ വരികയാണെന്നുണ്ടെങ്കിൽ കുറേ നേരത്തെ വരിക, നടന്ന് കാണാനുള്ള വകുപ്പുണ്ട്. സൂപ്പർമാൻ്റെ ബക്കറ്റ് പോപ്കോൺ കണ്ടോ? 320 കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പോപ്കോൺ കിട്ടും. പക്ഷേ ഇതാണ് നൈസ്. സിപ്പർ കണ്ടിട്ട് നല്ല ക്വാളിറ്റി ഉള്ള സാധനമാണ് കേട്ടോ. പക്ഷേ 800 രൂപ ഈ സാധനം മേടിച്ചിട്ട് നമുക്കെന്തിനാ? ഇതൊക്കെയാണ് മൂവി കോമ്പോസ്. ഇതാണ് സ്ക്രീനെക്സിൻ്റെ സ്ക്രീൻ വരുന്നത്. ഈ സൈഡിൽ ഇങ്ങനെയൊക്കെയാണ് വരുന്നത്. Experience the next evolution of cinema. Behold more action. Feel more emotion. Explore more thrills. Experience cinema without limits. ScreenX. അങ്ങനെ സൂപ്പർമാൻ്റെ സ്ക്രീൻ എക്സ് വേർഷൻ കൂടി കണ്ടു. എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ നല്ല റിവ്യൂസ് വരുന്ന കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 1, 2, 3 തവണ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മടുപ്പൊന്നും ഇല്ലാത്ത നല്ല ആക്ഷൻ സെറ്റ് പീസസ് ഒക്കെ ഉള്ള ഒരു സിനിമ വരികയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഐമാക്സിൽ കാണാം, പിന്നെ സ്ക്രീൻ എക്സിൽ കാണാം, പിന്നെ 4DX. ഈ 4DXന്റെ കാര്യത്തിലുള്ള എൻ്റെ അഭിപ്രായം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വെഹിക്കിൾ, അതായത് ഈ ടോപ്പ് ഗൺ മാവറിക്, പിന്നെ F1 പോലുള്ള പടങ്ങളൊക്കെ 4DXൽ നല്ല എക്സ്പീരിയൻസ് ആയിരിക്കും. അതായത് ഈ ഓട്ടോമൊബൈൽ ആ മോഷൻ ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ 4DXൽ അടിപൊളിയായിരിക്കും. പക്ഷേ ചില പടങ്ങളൊക്കെ 4DXൽ നമുക്ക് വിചാരിച്ച ഒരു എഫക്റ്റ് കിട്ടണമെന്നില്ല. അതിൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിളാണ് ജുറാസിക് വേൾഡ്. ഞാൻ ജുറാസിക് വേൾഡ് ഡൊമീനിയൻ ആണെന്ന് തോന്നുന്നു 4DXലായിരുന്നു കണ്ടത്. അപ്പോൾ ഈ ഡിനോസോഴ്സ് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ കിടന്ന് കുലുങ്ങി നമുക്കൊരു അവസാനം നമുക്ക് ഇറിറ്റേറ്റഡ് ആയിട്ട് പടം തീർന്നാൽ മതി, അങ്ങനെയൊക്കെ തോന്നും. പക്ഷെ അതുപോലെ ഒരു ഉപദ്രവകാരിയായിട്ടുള്ള വേർഷൻ അല്ല ഈ സ്ക്രീൻ എക്സ് എന്ന് പറയുന്നത്. നിങ്ങൾ വീഡിയോയിൽ കണ്ടു കാണും, അതിൻ്റെ ഒരു ഡെമോ വീഡിയോ കണ്ടില്ലേ? അത് ആ ഡെമോ വീഡിയോയിൽ വരുന്ന ആ ഒരു എഫക്റ്റ് സിനിമകളിൽ വരില്ല. ഇപ്പം എൻ്റെ രണ്ടാമത്തെ 4DX എക്സ്പീരിയൻസ് ആണ്. ആദ്യം ഞാൻ ജുറാസിക് വേൾഡ് കണ്ടു, പിന്നെ ഇപ്പോൾ സൂപ്പർമാൻ കണ്ടു. അപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡെമോ വീഡിയോയിൽ വരുന്നതിൻ്റെ ആ ഒരു ഇമേഴ്സീവ് ആയിട്ടുള്ള, അതായത് കളേഴ്സ് കാര്യങ്ങളൊക്കെ ഭയങ്കര ഇമേഴ്സീവ് ആയിട്ട് വരും. പക്ഷെ ആ ഒരു ഡെമോ വീഡിയോയുടെ ആ ഒരു ക്വാളിറ്റി അല്ലെങ്കിൽ സിനിമകൾക്ക് ഉണ്ടാവില്ല. ഇപ്പം നമ്മുടെ ഇപ്പോൾ ഐമാക്സിൻ്റെ ഡെമോ കാണുന്നതാണെന്നുണ്ടെങ്കിൽ അതൊരു വൺ ഓഫ് ദ ബെസ്റ്റ് ഡെമോ ആണ് വരുന്നത്. അതുപോലെ സ്ക്രീൻ എക്സിൻ്റെ ഡെമോ, പിന്നെ ഈ 4DXന്റെ ഡെമോ.
4DX ഡെമോയിൽ വരുന്ന ആ മോഷൻ വേറെ ഫിലിമിലൊന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ സ്ക്രീൻ എക്സിന്റെ കാര്യത്തിലും. പക്ഷെ ഈ ആക്ഷൻ സീൻസ് വരുമ്പോൾ ഇപ്പൊ ഇതിൽ തന്നെ അത് ഇതിനകത്ത് വരുന്ന ഒരു ഓക്കെ, അപ്പോൾ ആ ഒരു യൂണിവേഴ്സിന്റെ ഒരു വേറെ രീതിയിൽ കാണിക്കുന്നുണ്ട്. അപ്പൊ ആ സീൻസ് ഒക്കെ വരുമ്പോൾ വല്ലാതെ അങ്ങ് എൻഹാൻസ് ആയി അതൊരു ഇമേഴ്സീവ് എക്സ്പീരിയൻസ് ആണ്. കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നാമത് ഇവർ നല്ല രീതിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട് ഈ പടത്തിന് വേണ്ടിയിട്ട്. അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് സെറ്റിങ്സ്, ആ മൂഡ്, അപ്പോൾ അതൊക്കെ പെട്ടെന്ന് ആ ഒരു റൈറ്റിലും ലെഫ്റ്റിലും ഒരു സ്ക്രീൻ വന്ന് പെട്ടെന്ന് അതിനകത്തേക്ക് വരുമ്പോൾ നമ്മൾ ആ ഒരു ലോകത്തിൻ്റെ ഉള്ളിൽ ഇങ്ങനെ പെട്ടു നിൽക്കുന്ന പോലെയാണ് സൂപ്പർമാൻ. ആ ഒരു അയ്യോ, ഞാൻ പറയാൻ വരുന്നതൊക്കെ എങ്ങനെ വന്നാലും ഒരു നിങ്ങളെ ബാധിക്കുന്നുള്ളതുകൊണ്ട് ഞാൻ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സ്കിപ്പ് ചെയ്യാണ്. ആക്ച്വലി ജെയിംസ് ഗൺ നല്ലൊരു പരിപാടിയാണ് ഈ ചെയ്തു വെച്ചിരിക്കുന്നത്. കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സൂപ്പർമാൻ എന്ന് പറയുന്നത് ഒരു ഈക്വൽ ടു ഗോഡ്, ആ ലെവൽ പവർ ഒക്കെ ആകെയാണ് അതുള്ള ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ഒരു ആളെ ഇതിനകത്ത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയും നിസ്സഹായനായിട്ടുള്ള ഒരു സൂപ്പർമാൻ, അത് സൂപ്പർമാൻ പടങ്ങളിൽ തന്നെ വൻ വെറൈറ്റിയാണ്. ഇപ്പോൾ ഞാൻ ഇന്നൊരു ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടിരുന്നു. ഇപ്പോൾ ഹെൻറി കാവലിൻ്റെ സൂപ്പർമാൻ ആണെന്നുണ്ടെങ്കിൽ 5 മിനിറ്റ് കൊണ്ട് പടം തീരും. പക്ഷേ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് തന്നെ എങ്ങനെയാണ്? കാര്യം സൂപ്പർമാൻ എന്ന് പറയുന്നത് അതൊരു ഏലിയൻ അല്ല, ഒരു മനുഷ്യനുണ്ടാവുന്ന എല്ലാവിധ കോൺഫ്ലിക്റ്റുകളും എല്ലാവിധ പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാവുന്ന ഒരാൾ തന്നെയാണ് സൂപ്പർമാൻ എന്നുള്ള രീതിയിൽ ഒരു പടം ട്രീറ്റ് ചെയ്തിട്ട് അതിൽ നിന്ന് കഥ പറയുമ്പോൾ അതിൽ ബാക്കിയുള്ള ക്യാരക്ടേഴ്സിന് അത്യാവശ്യം നല്ലപോലെ ഇമ്പോർട്ടൻസും ഉണ്ട്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ സൂപ്പർമാൻ നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ഇനി സ്ക്രീൻ എക്സിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് വരുന്ന മെയിൻ ആയിട്ടുള്ള ഹൈലൈറ്റഡ് സീൻസ് ഒക്കെ ഉണ്ട്. ആ ഹൈലൈറ്റഡ് സീൻസിൽ തന്നെ ഒരു പെർട്ടിക്കുലർ സീൻ, വേറെ ഒരു യൂണിവേഴ്സ്, അത് അത്ര ഞാൻ പറയുന്നുള്ളൂ, അതിലേക്ക് വരുന്ന സീനുകളൊക്കെ വല്ലാതെ ഇമേഴ്സീവ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ആക്ച്വലി വൺ ഓഫ് ദ ബെസ്റ്റ് എന്ന് തന്നെ പറയാം. ആ ഒരു ജുറാസിക് വേൾഡ് കമ്പയറിംഗ് ടു ജുറാസിക് വേൾഡ്, ഞാൻ ആകെ 2 പടങ്ങളെ കണ്ടിട്ടുള്ളൂ. അതിനകത്ത് ജുറാസിക് വേൾഡിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ടായിരുന്നു ഇതിനകത്ത് സ്ക്രീൻ എക്സിൽ എനിക്ക് സൂപ്പർമാൻ നൽകി. പിന്നെ ഇതിൻ്റെ കളേഴ്സ് അറിയാലോ, ജുറാസിക് വേൾഡ് എന്ന് പറയുമ്പോൾ കുറച്ച് ഡാർക്ക് ആയിട്ടുള്ള അങ്ങനെയുള്ളതാണ്. പക്ഷേ ഇതിൽ നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള കളേഴ്സൊക്കെ ഉള്ള ഒരു പടമായതുകൊണ്ട് തന്നെ ഈ സ്ക്രീൻ എക്സിൽ ഇതുപോലുള്ള ആ ഒരു കൈൻഡ് ഓഫ് പടങ്ങളായിരിക്കും കുറച്ചൊരു ബെറ്റർ. അല്ലാതെ ഈ ഒരു ഡാർക്ക് ആ രീതിയിൽ കഥ പറയുന്ന പടങ്ങളല്ല സ്ക്രീൻ എക്സ് എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഞാൻ കണ്ട ജുറാസിക് വേൾഡും ഈ ഒരു പടം, ഈ 2 പടമേ ഞാൻ കണ്ടിട്ടുള്ളൂ. ആ 2 പടത്തിൻ്റെ അനുഭവം കൊണ്ട് മാത്രം പറയുകയാണ്. പിന്നെ സൂപ്പർമാൻ അപ്പോൾ നാളെ റിലീസാവും. അപ്പോൾ എനിക്ക് 2 തവണ കണ്ടിട്ടും എനിക്ക് ഒരു മടുപ്പും ഇല്ലാതെ നല്ല രീതിയിൽ പോകുന്നുണ്ട്. എനിക്ക് നായകനെ ഇഷ്ടപ്പെട്ടു, പടത്തിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഇഷ്ടപ്പെട്ടു, ക്യാരക്ടേഴ്സിന് ഇഷ്ടപ്പെട്ടു, പിന്നെ കോമിക് ജെയിംസ് ഗണ്ണിൻ്റെ പടത്തിൽ വരുന്ന ടൈപ്പ് ഓഫ് കോമഡി, ആ ഒരു ഹ്യൂമർ, ആ ഹ്യൂമറിന് പ്രാധാന്യമുള്ള സംഭവങ്ങൾ ഇഷ്ടപ്പെട്ടു. സൂപ്പർമാൻ ഭയങ്കര കൂളാണ്. അതായത് പുള്ളി ആ ഒരു ഭയങ്കര പവറുള്ള അങ്ങനെയുള്ള സംഭവങ്ങളൊന്നുമില്ല, ഒരു വേറെടുത്തോ കാര്യങ്ങളൊന്നുമില്ല, ഭയങ്കര കൂളാണ്. ആ ഒരു റിലേഷൻഷിപ്പ് കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയായിട്ട് എടുത്തിട്ടുണ്ട്. കൈയ്യടി കൊടുക്കേണ്ട ജെയിംസ് ഗണ്ണാണ് ഈ രീതിയിലുള്ള ഒരു സൂപ്പർമാനെ ക്രിയേറ്റ് ചെയ്തു. അത് തന്നെ ഒരു നല്ല രീതിയിൽ അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. പിന്നെ ഇതിൽ വരുന്ന ആ ഒരു ബിഗ് സ്ക്രീൻ എക്സ്പീരിയൻസ് ആണ് ഈ സിനിമ ഡിമാൻഡ് ചെയ്യുന്നത്. കാരണം അവർ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന വേൾഡ് അങ്ങനെയാണ്, കോൺഫ്ലിക്റ്റ് അങ്ങനെയാണ്, പിന്നെ എല്ലാ ക്യാരക്ടേഴ്സും സൂപ്പർബാണ്. അപ്പോൾ പടം കാണുക, പടം കണ്ടിട്ട് അഭിപ്രായം പറയുക. ഓക്കെ.